അടൂർ സർവീസ് സഹകരണ ബാങ്ക് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് പൊൻതാമരപിള്ള നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ പാർട്ടി കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം 24നോട് പറഞ്ഞു. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. പ്രസിഡന്റ് രാജിവെച്ചതും പ്രസ്താവന നടത്തിയതും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും രാജു എബ്രഹാം 24നോട്. അടൂർ സർവീസ് സഹകരണ ബാങ്കില് ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് ബാങ്ക് പ്രസിഡന്റിന്റെ ഒരു പരാതി പാർട്ടിക്ക് നേരത്തെ ലഭിച്ചിരുന്നു. പാർട്ടി അത് പരിശോധിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ബാങ്കിലെ ഇടപാട് സംബന്ധിച്ച് പ്രഥമദൃഷ്ടിയ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ വായ്പകൾ എല്ലാം കൊളാട്രൽ സെക്യൂരിറ്റി, മതിയായ സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ടാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിൽ അവിടെ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊടുക്കാൻ പാടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഈ സന്ദർഭത്തിൽ ഒരു രാജിവെച്ച് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും നടത്തിയതും ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. ഇത് രണ്ടും ഗൗരവമായി പാർട്ടി പരിശോധിക്കും. പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സംസാരിക്കുകയായിരുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ജില്ലാ തത്സമയം ചേരുന്നു. ഷിജോ, CPM നേതാവായിരുന്ന ഉണ്ണികൃഷ്ണപിള്ള MLA-യുടെ ഭാര്യയാണ് ഇപ്പോൾ ഈ രാജിവെച്ച് ഒഴിഞ്ഞതും ആരോപണങ്ങൾ ഉയർത്തിയതും. അതുതന്നെ ഒരു വലിയ പ്രതിസന്ധിയാണ് CPM പത്തനംതിട്ടയ്ക്ക്. പരീക്ഷിച്ചോ വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM പ്രതിക്കൂട്ടിലാകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. നമുക്ക് കരുവന്നൂരും കണ്ടലയും അടക്കമുള്ള ഒരുപാട് സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് CPM പ്രതിക്കൂട്ടിലായ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിലുള്ള ഒരു അഴിമതിയുടെ ആരോപണമാണ് ഇപ്പോൾ ഈ പറയുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ 14 മാസമായിട്ട് ആ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന K ഉണ്ണികൃഷ്ണപിള്ളയുടെ, അതായത് CPM-ന്റെ മുൻ MLA-യും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന K ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ പൊൻതാമരപിള്ളയാണ് ആ ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് പിന്നീട് സ്ഥാനം രാജിവെച്ചത്. 75 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പൊൻതാമരപിള്ള പറഞ്ഞത്. അതിനകത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ പ്രസിഡന്റിന് അതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യമൊക്കെ പൊൻതാമരപിള്ള പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പൊൻതാമരപിള്ളയ്ക്കെതിരെ ബോർഡ് അംഗങ്ങൾ തന്നെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുകയും പ്രസിഡന്റ് സ്ഥാനം പൊൻതാമരപിള്ള രാജിവെക്കുകയും ചെയ്തത്. ആ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ CPM ജില്ലാ നേതൃത്വം ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. എന്നാൽ ഇന്നലെയാണ് ഈ പറയുന്ന രാജു എബ്രഹാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അവിശ്വാസ പ്രമേയം ബോർഡ് അംഗങ്ങൾ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പൊൻതാമരപിള്ള രാജിവെക്കാനും പാടില്ലായിരുന്നു. അത് പാർട്ടിയെ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു നടപടിയാണ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് രാജു എബ്രഹാം പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊൻതാമരപിള്ള നൽകിയ പരാതി പാർട്ടിയുടെ മുൻപാകെയുണ്ട്. ആ പരാതിയിൽ അന്വേഷണം നടത്താനായിട്ട് പാർട്ടി ഒരു കമ്മീഷനെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തി വരികയാണ്. ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പാർട്ടി കടക്കുക. കുറ്റം ചെയ്ത ആളുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. അവർക്കെതിരെ പാർട്ടിയുടെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം രാജു എബ്രഹാം ഉറപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നുള്ള പാർട്ടി പരിശോധിക്കും. നിലവിൽ എന്തായാലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു നടപടിയാണ് അടൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊൻതാമരപിള്ളയും അവിടുത്തെ ബോർഡ് അംഗങ്ങളും ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ കൂടി പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം 24നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.